നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അതായത് വീക്കെൻഡിൽ ദോശയ്ക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കോ കുറച്ചധികം മാവ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ ഒരു അടിപൊളി ചട്നിയും കൂടെ ആയാലോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ്. അതായത് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയാണ്. ഇതിൽ നാളികേരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എരിവും പുളിയും മധുരവും മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു ചട്നി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്നുള്ളത് നമുക്കിപ്പോൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചട്നി കൊണ്ടുപോകാം. 1-2 ദിവസം പുറത്തിരുന്നാലും കേടാവത്തില്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കാശ്മീരി വറ്റൽമുളകും 4 എരിവുള്ള വറ്റൽമുളകും എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ചട്നിക്ക് അത്യാവശ്യം നല്ലൊരു കളറും എരിവും ഉണ്ടാവും. ഇനി അടുത്തായിട്ട് വേണ്ടത് 5 മുതൽ 6 വെളുത്തുള്ളി, അറൗണ്ട് ഒരു 15 ചെറിയ ഉള്ളി, 2 ടൊമാറ്റോ, ഒരു ഇടത്തരം സവാള, കരിവേപ്പില. ഇതെല്ലാം ഒന്ന് നമുക്ക് റഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ചട്നിയിൽ നമ്മൾ ഇഞ്ചി ചേർക്കില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മതിയാവേ. ഇനി അടുത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിൻ്റെ ഞെട്ട് മാറ്റിയിട്ടുണ്ട്. 2 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെയാണ് ടൊമാറ്റോ എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ചും കൂടി അധികം ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ടൊമാറ്റോയിലും ഉള്ളിയിലും വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടുണ്ടാകും. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇനി അടുത്തതായിട്ട് ഒരു കടായിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചട്നിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. വെളിച്ചെണ്ണയൊന്നും ചേർക്കല്ലേ, നല്ലെണ്ണ തന്നെ ചേർക്കണം. നല്ലെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചട്നി കുറച്ചും കൂടി ടേസ്റ്റി ആകുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം കുറച്ച് കടുക്, ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കുറച്ചേറെ കരിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ 1-2 ദിവസം പുറത്തിരുന്നാലും കേടാവത്തുമില്ല. നല്ല ടേസ്റ്റിയുള്ള ചട്നിയാട്ടോ ഇത്. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചട്നിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയുള്ള ഈ ഒരു പാകത്തിനായിരിക്കണം. ഈ ഒരു ചട്നി 1-2 ദിവസം പുറത്ത് വെച്ചാലും കേടാവത്തില്ല. അങ്ങനെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം പുറത്ത് വെച്ചാലും കേടാവത്തില്ല. പിന്നെ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്നി കൊണ്ടുപോകാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു കൂട്ട് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ചെറിയ സ്പൂണ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ശർക്കര പൊടിച്ചത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർക്കാം. ഇതിൽ ശർക്കര ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ചേർത്ത എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടല്ലേ ചട്നി തയ്യാറാക്കിയത്. ഈ ഒരു ചട്നി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് ദോശയാണ്. ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ദോശ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. കൂടെ തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഈ ഒരു ടേസ്റ്റി ചട്നിയാണ്. ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലി കഴിക്കുന്നതിനെക്കാട്ടിലും 1-2 എക്സ്ട്രാ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മൾ ചേർത്ത എരിവും പുളിയും മധുരം എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് ഇരിപ്പുണ്ട്. അതായത് ഒന്നും കൂടുതലല്ല കുറവുമല്ല. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തിരക്കുള്ള ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.